ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. വിശുദ്ധ കുർബാനയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കാൽവരിയിൽ യേശുനാഥൻ ലോകരക്ഷാർത്ഥം ജീവനർപ്പിച്ചതിൻ്റെ ആവർത്തനമാണല്ലോ നമ്മൾ എന്നും നമ്മൾ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന. നാം അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും ഏറ്റവും പൂർണ്ണതയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഏറ്റവും പൂർണ്ണതയുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ദിവ്യബലിയാണ്. വിശുദ്ധ കുർബാന ലോക അവസാനം വരെ നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിച്ച യേശുവിൻ്റെ സ്നേഹവും സാന്നിധ്യവുമാണ് ഇവിടെ നാം അനുഭവിക്കുന്നത്. അവസാനം വരെ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് യേശു പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യത്തിലൂടെ അവിടുന്ന് നമ്മോട് പറയുന്നു. ഒരാൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാനായി യാത്ര ചെയ്യുമ്പോൾ ഓരോ ചുവടുവയ്പും മാലാഖമാർ എണ്ണി തിട്ടപ്പെടുത്തുകയും ഈ ജീവിതത്തിലും നിത്യതയിലും അയാൾക്ക് വളരെ ഉന്നതമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നു. നാം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പാപക്കറ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടുകയും നമ്മുടെ മേലുള്ള സാത്താൻ്റെ ആധിപത്യം തകർക്കപ്പെടുകയും അനേകം ആപത്തനർത്ഥങ്ങളിൽ നിന്ന് നാം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. മരണശേഷമുള്ള ശുദ്ധീകരണം നമുക്ക് കുറഞ്ഞു കിട്ടുന്നു. മരണശേഷം നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ അനുഭവിക്കേണ്ടതായ ശുദ്ധീകരണം നമുക്ക് കുറഞ്ഞു കിട്ടുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ അയൽക്കാർക്ക് വേണ്ടിയും നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ അവർക്കും പരിഹാരം ലഭിക്കുന്നു. അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു. വിശുദ്ധരുടെ ബഹുമാനാർത്ഥം നാം ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരുടെ ബഹുമാനാർത്ഥം ഓരോ കുർബാന അർപ്പിക്കുമ്പോഴും അവരുടെ സഹായം നമുക്ക് ലഭിക്കുന്നു. എല്ലാ വിശുദ്ധരുടെയും സഹായം നമുക്ക് വേണ്ടി എല്ലാ വിശുദ്ധരും ഈശോയോട് മധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും. പിന്നെ ഭൗതികമായ അനുഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള നമ്മുടെ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ട്, നമ്മുടെ ജീവിതത്തിലുള്ള ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ ഭൗതികമായിട്ടുള്ള എന്തൊക്കെ ആത്മീയതമല്ലാത്ത എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നു. അത്ഭുതങ്ങൾ, വളരെ വിധത്തിലുള്ള ഒരിക്കലും സാധിച്ചു കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന അത്ഭുതങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിച്ചതായി പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. രോഗശാന്തി, പല വിധത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും രോഗശാന്തി ലഭിക്കുന്നു. മാനസാന്തരം ഉണ്ടാകുന്നു. പല മനുഷ്യർക്കും വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന കണ്ട് കുർബാന സ്വീകരിക്കുന്നതിലൂടെ പല ആളുകൾക്കും മാനസാന്തരം ഉണ്ടായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നെ വെളിപാടുകൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഈശോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഓരോ വെളിപാടുകളും നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പല വിധത്തിലുള്ള ബോധ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഇത് ചെയ്യരുത് അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടതാണെന്നുള്ള എമ്മാവൂസിൽ വെച്ച് യേശു വചനം പങ്കുവച്ച് അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ ശിഷ്യന്മാരുടെ ആത്മീയമായ കണ്ണുകൾ തുറക്കപ്പെടുകയും അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്തു. ഇതേ അനുഭവം നമുക്കും ലഭിക്കുന്നതിനായി നമുക്ക് പറ്റുമ്പോഴെല്ലാം, നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം ഈശോനോടൊപ്പം ആയിരുന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി, നമുക്ക് വേണ്ടിയും ഈ ലോകം മുഴുവനും വേണ്ടി നമുക്ക് ഈശോയോട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ ഞാൻ കുർബാന അർപ്പിക്കുന്നത് മൂലം നമുക്ക് കിട്ടാൻ പോകുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആത്മീയ കാര്യങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.